ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. ചില വ്യൂവേഴ്സിന്റെ ഒരു സംശയം, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD ഒരു ഡൈവോഴ്സ് ഗ്രൗണ്ട് ആണോ എന്ന്. ഇനി NPD എന്താണെന്ന് നോക്കാം. ഈ ഡിസോർഡർ ഉള്ളവർ പാർട്ട്നേഴ്സിന്റെ മേൽ കടുത്ത കൺട്രോൾ ഏർപ്പെടുത്തും. കൂടാതെ എന്തും മാനിപ്പുലേറ്റ് ചെയ്യും. നാം ഏതർത്ഥത്തിൽ ഒരു കാര്യം പറയുന്നുവോ അത് അവർ വളച്ചൊടിച്ച് മറ്റൊരു അർത്ഥത്തിലാക്കും. നമ്മൾ തന്നെ ഓർക്കും ഇനി ശരിക്കും അതാണോ ശരിയെന്ന്. ഇത്തരക്കാർക്ക് എപ്പോഴും കോൺസ്റ്റന്റ് അറ്റൻഷൻ കിട്ടണം, അഥവാ ഇവരായിരിക്കണം സെന്റർ ഓഫ് അട്രാക്ഷൻ. ഇനി ഇവർ കടുത്ത കോമ്പറ്റീഷന്റെ ആൾക്കാരാണ്. അതായത് പാർട്ട്നേഴ്സ് ആരോടാണ്, അമ്മയോടാണോ സഹോദരിയോടാണോ അല്ല സഹോദരനോടാണോ കൂടുതൽ സ്നേഹം കാണിക്കുന്നു എന്നിങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കും. പിന്നെ ബൗണ്ടറി വയലേഷൻ. ഇവർക്ക് ബൗണ്ടറി ഒരു പ്രശ്നമേ അല്ല, എന്തും ഏതും പറയും. എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ പാർട്ണർ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാവും ഇവർ പറയുക. ഇനി എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ ഉടനെ വിക്ടിം കാർഡ് ഇറക്കും. നിനക്കിപ്പോൾ എന്നോട് സ്നേഹമില്ല, എന്നെ അവോയ്ഡ് ചെയ്യുന്നു തുടങ്ങിയ നമ്പറുകൾ നിരത്തും. ഇക്കൂട്ടർ ഗ്യാസ് ലൈറ്റിംഗ് ആയിരിക്കും. അതായത് എല്ലാം ഡിനൈ ചെയ്തു കളയും, ഒന്നിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. കൂടാതെ ഇത് പാർട്ട്ണറുടെ ചുമലിൽ ചുമത്തുകയും ചെയ്യും. ഇവരുടെ വേറൊരു സ്വഭാവം ട്രയാങ്കുലേഷൻ, തന്നെ കൊല്ലിക്കുക. ഇനി എന്തൊക്കെ ചെയ്താലും എൻടൈറ്റിൽമെന്റ് അവർക്കായിരിക്കണം. എന്തൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിലും നമ്മൾ അവരെ പൂജിച്ചോണം. മറ്റുള്ളവരുടെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാവുകയില്ല. അവർ എപ്പോഴും സുപ്പീരിയർ ആയിരിക്കും. അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടണം, മറ്റുള്ളവരിൽ നിന്നും പ്രശംസ കിട്ടണം തുടങ്ങി നിരവധി സ്വഭാവ വൈകല്യങ്ങളാണ് അവർക്കുള്ളത്. ഈ വക ആളുകളുടെ കൂടെ കഴിയുന്നത് അസാധ്യമാണ്. NPD ഒരു ഡൈവോഴ്സ് ഗ്രൗണ്ട് അല്ല. എങ്കിലും NPDയുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങൾ ഡൈവോഴ്സ് ഗ്രൗണ്ട്സായി ഉപയോഗിക്കാം. NPD ഉള്ളവരുടെ കൂടെ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ പെരുമാറ്റങ്ങൾ ക്രൂവൽറ്റി ആയി കോടതിയിൽ തെളിയിക്കാൻ കഴിയും. മെന്റൽ ക്രൂവൽറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ക്രൂവൽറ്റി ആയി ഇത് പരിഗണിക്കാം. അടുത്ത ദിവസം മറ്റൊരു സബ്ജക്റ്റുമായി ഞാൻ വരുന്നതാണ്. ആമീസ് വേൾഡ് 2025 വീണ്ടും കാണുക. നന്ദി, നമസ്കാരം.